ഹായ്. അപ്പോൾ നമുക്കിന്നൊരു തക്കാളിത്തൈ നട്ടാലോ? നമ്മളെ ബന്ദിയുടെ ഇടവേളയായിട്ട് കുറച്ച് തക്കാളിത്തൈ നടാമെന്ന് വിചാരിച്ചേ. നമ്മൾ നേരത്തെ മൾച്ചിങ് ഷീറ്റിൽ നടന്നതല്ല, ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ മണ്ണിനകത്ത് എങ്ങനെ നടുന്നത്, കുറേ പേര് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ തക്കാളി ഞാൻ നടുന്നതെന്നൊക്കെ. അപ്പോൾ വലിയ സാധാരണ പോലെ തന്നെ തക്കാളി നടുന്നത്, സാധാരണ മറ്റു തൈകളെല്ലാം നടുന്നത് പോലെ തന്നെയാണ് തക്കാളി നടുന്നത്. നമ്മൾ ആദ്യമായിട്ട് ഇത് ട്രീറ്റ് ചെയ്തിട്ടിരുന്ന മണ്ണാണ്. അപ്പോൾ ആ മണ്ണിനകത്തോട്ട് നമ്മൾ ആദ്യമേ ഒരു കുഴി എടുത്തിട്ടുണ്ട്. ഈ കുഴിക്കകത്ത് നമ്മൾ ആദ്യമേ നല്ല ചാണകപ്പൊടിയാണ്, നല്ല ചാണകപ്പൊടി, ഉണങ്ങിയ ചാണകപ്പൊടി. ചാണകപ്പൊടി ഉണക്കത്തില്ല, ചാണകപ്പൊടി നല്ല തണലത്തിട്ട് ഓലയൊക്കെ വെട്ടിയിട്ട് മൂടി തണൽ കൊള്ളിച്ച് ഉണക്കുന്ന ചാണകപ്പൊടി. അത് നല്ല തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പൊടിഞ്ഞ് വരും. പക്ഷെ മറ്റേ ചാണകപ്പൊടി അങ്ങനെ പൊടിയത്തില്ലല്ലോ, അത് കല്ല് പോലല്ലേ ഇരിക്കത്തുള്ളൂ. വെയിലത്തിട്ട് നമ്മൾ ചാണകപ്പൊടി ഉണക്കി നോക്കിയിട്ടുണ്ടോ, അത് ഭയങ്കര കല്ല് പോലല്ലേ ഇരിക്കുന്നത്. ഇതേപോലെ നല്ല മണ്ണ് പോലെ തന്നെ പൊടിഞ്ഞ് വരും. നമ്മൾ കുറച്ച് ചാണകപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതേണ്ട എല്ലുപൊടിയാണ്, എല്ലുപൊടിയും വേപ്പിണ്ണാക്കും കൂടെ മിക്സ് ചെയ്തതാണ്. അപ്പോൾ കുറച്ച് എല്ലുപൊടിയും വേപ്പിണ്ണാക്കും കൂടെ നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതൊന്ന് നന്നായിട്ട് പുരട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മേൽമണ്ണ് ശകലം അതിൻ്റെ പുറത്തിട്ട് ഇങ്ങനെ കുഴി കുഴിച്ചിട്ട് ഇത് ശിവം എന്ന് പറയുന്ന തക്കാളിയുടെ തൈയാണ്. അപ്പോൾ ഇത് ഞാൻ സ്വന്തമായിട്ട് പാകിയെടുത്ത തൈയാണ്. അതാ ഇതിന് നല്ല മുകളിൽ കൂടെ ഒക്കെ വേര് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വേരിൻ്റെ ഇവിടെ വെച്ച് നമുക്കൊന്ന് നട്ടു കൊടുക്കാവേ. അപ്പോൾ ഇങ്ങനെ നട്ടിട്ട് തക്കാളി ഇങ്ങനെ ഒന്ന് നട്ടു കൊടുക്കാം. ഒരു കമ്പ് വെച്ചിട്ട് നമുക്കിതൊന്ന് കെട്ടി കൊടുക്കണേ. ഇങ്ങനെ തക്കാളി വളരുന്നതനുസരിച്ച് ഇങ്ങനെ കഴിഞ്ഞു. അപ്പോൾ ഇത് നേരത്തെ നമ്മൾ നട്ട തക്കാളി ഞാൻ കാണിച്ചു തരാം. നട്ട തക്കാളിയാണ്. ഇതിനകത്ത് പൂവൊക്കെ ആയിട്ടുണ്ട്. ഇതേപോലെ നട്ടു കൊടുത്തതാണ്. പക്ഷേ നമുക്ക് ഇതിന് താങ്ങ് കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ ഇതിനെല്ലാം താങ്ങ് കൊടുക്കണം കേട്ടോ. ഇതേപോലെ നമ്മൾ ഈ സൈഡിൽ നിന്ന് അടിയിൽ നിന്ന് വരുന്ന എല്ലാ ഇലകളും നമ്മൾ ഇതിൻ്റെ കട്ട് ചെയ്ത് കൊടുക്കണേ. ഇങ്ങനെ ഇവിടം വരെയുള്ള ഇലകൾ കട്ട് ചെയ്ത് കൊടുക്കണം. ഇതുകൂടെ വേണ്ടായിരുന്നു. ഇത്രയും കട്ട് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ഇതിന് താങ്ങ് വെച്ച് കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ സൈഡിൽ നിന്ന് വരുന്ന ചെനപ്പുകളൊക്കെ ഉണ്ടല്ലോ, അതും നമ്മൾ കട്ട് ചെയ്ത് ഒറ്റയ്ക്ക് പോകാൻ വേണ്ടി. അപ്പോൾ ഇത് മുട്ട വന്ന തക്കാളി. ഇനി നമ്മുടെ കാ പിടിച്ച തക്കാളി കാണാവേ. മറ്റേ ക്യാമറമാനായിരുന്നു, ക്യാമറമാനും കയറണമായിരുന്നു. ഇത് ക്യാമറമാൻ അവിടെ വയ്ക്കും. ഇതാ നോക്കൂ, നമ്മൾ നേരത്തെ നട്ടു കൊടുത്ത ശിവം തക്കാളിയുടെ തൈകളിൽ കാ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിന്ന് കുറച്ച് തക്കാളിക്ക പഴുത്തത് വിളവെടുത്തിട്ടുണ്ടായിരുന്നത്. ഇതേപോലെ നന്നായിട്ട് തക്കാളി കൊടുത്തൊന്നും കെട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ മറിഞ്ഞ് വീണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു കമ്പും കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. പക്ഷേ ഞാൻ ആ സമയത്തിന് അത് കട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇതേപോലെ തക്കാളി നമ്മൾ കായ്ക്കും. ഇപ്പോൾ ഞാൻ നട്ടു കൊടുത്ത അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ തക്കാളി നട്ടിരിക്കുന്നത്. തക്കാളിക്ക് വാട്ടരോഗങ്ങളോ ഒന്നുമില്ല, വളരെ നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ശിവത്തിന് വലിയ വാട്ടരോഗങ്ങളൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം കണ്ടോ, തക്കാളി ഇങ്ങനെയാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്.